കല്യാണം കാതു എന്ന് പറഞ്ഞിട്ട് ഈ വീട് നീ പുറത്തിറങ്ങി പോരുത്. അതെനിക്ക് മനസ്സിലായി. ഞാൻ ഈ വീട്ടിൽ നിന്ന് എവിടേക്ക് പോകണം നിങ്ങൾക്ക് ഇഷ്ടമല്ലാന്ന്. അതുകൊണ്ടല്ലേ ഇന്നലെ ആ പൂപ്പൽ പിടിച്ച ബിസ്ക്കറ്റ് എന്നെ കൊണ്ട് കഴിപ്പിച്ചത്. എനിക്ക് എന്തെങ്കിലും പറ്റിയാ പോണ്ടെന്നല്ലേ പറഞ്ഞത്. എന്റെ മോനോട് ഞാൻ പറഞ്ഞു പോയി ഇന്ന് കല്യാണം ഇട്ട് പോകുന്നു. അവൻ സ്കൂൾ വിട്ട് വരുന്നത് ആ പ്രതീക്ഷയില്ല. അതുകൊണ്ട് മാത്രമാണ് ഞാൻ റെഡി ആയത്. നിന്നോട് ആരടി പറഞ്ഞത് കുഞ്ഞോട് ഈ കാര്യം പറയാൻ? അതുകൊണ്ടല്ലേ അവരത് മനസ്സിൽ വെച്ചിട്ട് വരുന്നത്. അവളുടെ ഒരു ഡ്രസ് നീ അവിടെയും പോണ്ട. അച്ഛേ, അമ്മ എന്തിനാ കരയുന്നു? അച്ഛൻ ഞാൻ പറഞ്ഞിട്ടല്ലേ പോയത് അമ്മേനെ കേച്ചണം. എന്നിട്ട് എന്താ ചെയ്തത്? ഏയ് അച്ഛനൊന്നും ചെയ്തില്ല മോനെ. നിന്റെ അമ്മയ്ക്ക് അഹങ്കാരം കുറച്ചു കൂടിപ്പോയി. അതൊന്ന് കുറച്ചു കൊടുത്ത. അതുകൊണ്ടാണ് അമ്മേന്റെ ഡ്രസ് ഇങ്ങനെ വലിച്ചെറിഞ്ഞത്. മോനെന്താടാ അച്ഛനോട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? നീ എന്തൊക്കെയാടി ഈ കുഞ്ഞിനെ പഠിപ്പിച്ചു വെച്ചിരിക്കുന്നേ? അമ്മയൊന്നും പഠിപ്പിക്കണ്ട. അച്ഛനെ കണ്ടിട്ടല്ലേ ഞാൻ വളർന്നത്. അമ്മയുടെ മുഖത്തെന്താ പാട്? അച്ഛൻ അടിച്ചതല്ലേ? മോനെ, അച്ഛനോട് ഇങ്ങനെ ഒച്ചയിട്ട് സംസാരിക്കാൻ നിൽക്കണ്ട. ആൾക്കാർക്ക് കേൾക്കും. അമ്മ എന്തിനാ അച്ഛനെ പേടിക്കുന്നത്? ഞാനല്ലേ കൂടെ. അച്ഛൻ ഇനി അമ്മേനെ ഒന്നും ചെയ്യൂല. ഇനി എന്താ ചെയ്യണ്ട എനിക്കറിയാം. എപ്പോഴും അങ്ങനെ വിടാൻ പറ്റില്ലല്ലോ. ഇതാരെ വിളിക്കുന്നേ? പോലീസ് സ്റ്റേഷനിലേക്കാ. എന്തിന്? അല്ലെങ്കിൽ അച്ഛൻ ഇനിയും അമ്മേനെ അടിക്കും. അത് സാരല്ലേ മോനെ, അച്ഛനല്ലേ. അച്ഛനാണെങ്കിൽ കെയർ ചെയ്യല്ലേ ചെയ്യണ്ടേ, അടിക്കല്ലല്ലോ ചെയ്യണ്ട. ഇന്ന് നമുക്ക് ഇവിടെ നിക്കണ്ട, നമുക്ക് അമ്മമ്മയുടെ വീട്ടിൽ പോവാം. ഞങ്ങൾക്ക് വേണ്ടി അമ്മ ഇതൊക്കെ സഹിക്കുന്നേ. അമ്മ ഇനി കരയാൻ പാടില്ല മോനെ. ഓരോന്നൊക്കെ ചെയ്തു കൂട്ടുമ്പോഴേ മക്കള് വളർന്നു വരുന്ന കാര്യം ആലോചിക്കണം. വാ.